ജിയാലജീസ് വെൽക്കം ടു അവർ ഫാമിലി. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റഡ് ആയിട്ട് ചോദിച്ച കാര്യമാണ്. എങ്ങനെയാണ് ഞാൻ എൻ്റെ വയറ് കുറച്ചതെന്നും എങ്ങനെയുള്ള ഏത് ബെൽറ്റാണ് ഞാൻ ഉപയോഗിച്ചതെന്നും. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പ്രഗ്നൻസി കഴിഞ്ഞ് നമ്മുടെ ഡെലിവറിക്ക് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് വയറ് ചൊട്ടുന്നില്ല എന്നത്. എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം പറഞ്ഞാൽ, എനിക്ക് ഡെലിവറിയുടെ ആ ഒരു ടൈമിൽ നല്ലപോലെ വയറുണ്ടായിരുന്നു. വയറിങ്ങനെ ഫ്രണ്ടിലേക്ക് ഒരുപാട് തള്ളി നിൽക്കുമായിരുന്നു. എനിക്ക് സത്യത്തിൽ ബാക്കിലേക്ക് ഒരു ചരിവ് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളപ്പം എൻ്റെ ആ ഡെലിവറിക്ക് ശേഷം എൻ്റെ വയറെന്ന് വെച്ചാൽ ഒരു 80% അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. എന്നേത് വീർത്തിരിക്കുമല്ല കേട്ടോ, ഒരുമാതിരി നടക്കും തോറും കുലുങ്ങുന്ന ഒരു അവസ്ഥയില്ലേ, അങ്ങനെയായിരുന്നു. ഒന്നുമില്ലാതെ ചൊട്ടിക്കിടക്കുന്ന ഒരു ബലൂണ് പോലെ. വയറാണെങ്കിൽ ഒരുപാട് ലൂസായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ തട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, അത് ഇങ്ങനെ കുലുങ്ങും കിടന്ന്. ആ ഒരവസ്ഥയായിരുന്നു എൻ്റേത്. ഞാൻ എൻ്റെ ഡെലിവറിക്ക് ശേഷം നമ്മളുടെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഗൈനക്ക് വരുമല്ലോ, അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഞാൻ എങ്ങനെ ഇനി ഈ ഒരു വയറ് കുറയ്ക്കും എന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ ഗൈനക്ക് റെക്കമെൻഡ് ചെയ്ത ബെൽറ്റിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഗൈനക്ക് എന്നോട് പറഞ്ഞു എൻ്റേത് നോർമൽ ഡെലിവറി ആയിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഡെലിവറിയുടെ പിറ്റേ ദിവസം തൊട്ട് തന്നെ ബെൽറ്റ് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. സിസേറിയൻ ആണ് നിങ്ങൾക്കെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു മുറിവിൻ്റെ ഒരു അളവനുസരിച്ച് നിങ്ങൾക്ക് എത്ര ദിവസം മുതൽ എന്നുള്ളത് മാറാം. എത്ര ദിവസം കഴിഞ്ഞിട്ട് ബെൽറ്റ് ഉപയോഗിക്കാമെന്ന് നിങ്ങളുടെ ഗൈനക്കിനോട് ചോദിക്കുക. അതിനുശേഷം അവർ പറയുന്ന ദിവസം മുതൽ നിങ്ങൾ ബെൽറ്റ് ഉപയോഗിക്കുക. ഞാൻ എൻ്റെ വയറ് കുറച്ചത് ഒരു ബെൽറ്റ് ഉപയോഗിച്ചിട്ടും അതുപോലെ ഒരു ജ്യൂസ് കുടിച്ചിട്ടുമാണ്. എന്നാൽ ഈ ജ്യൂസിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നില്ല. ആ ഒരു ജ്യൂസും കൂടി ഞാൻ ഉൾപ്പെടുത്തിയാൽ ഇത് ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് ജ്യൂസ് ഞാൻ എന്താണ് കുടിച്ചതെന്നുള്ളതിനെ പറ്റിയിട്ട് വീഡിയോ ഞാൻ അടുത്തായിട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു ജ്യൂസും കുടിച്ച് ഞാൻ ഈ പറഞ്ഞ ഒരു ബെൽറ്റ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വയറ് തീർച്ചയായിട്ടും കുറയും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ബെൽറ്റ് അല്ല, 2 ബെൽറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ സത്യത്തിൽ 3 ബെൽറ്റ് എൻ്റെ ഈ ഒരു വയറ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയിരുന്നു. അതായത് എൻ്റെ മോനിപ്പോൾ 6 മാസം ആയിട്ടുള്ളൂ, 6 മാസം കഴിഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ 3 ബെൽറ്റ് വാങ്ങി. അപ്പോൾ ഈ ഒരു 3 ബെൽറ്റും ഞാൻ ഉപയോഗിച്ചത് കൊണ്ട് എനിക്ക് പറ്റിയ മണ്ടത്തരവും എനിക്ക് കിട്ടിയ ആ ഒരു ബെനിഫിറ്റ്സ്, ഏത് ബെൽറ്റാണ് എൻ്റെ വയറ് കുറയ്ക്കാൻ എന്നെ സഹായിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ബെൽറ്റുകളിലൊക്കെ ഏതൊക്കെയാണെന്നും അതെങ്ങനെയൊക്കെ ഉപയോഗിക്കണം, എന്താണ് ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇത് നമുക്ക് ഗുണമാകുന്നത്, എങ്ങനെയാണ് നമുക്ക് ദോഷമാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ബെൽറ്റ് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. പിന്നെ ഡെലിവറിക്ക് ശേഷം സിസേറിയൻ കഴിഞ്ഞവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെൽറ്റും നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെൽറ്റ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഈ ഫാമിലിയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യില്ലേ. തൊട്ട് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവില്ല, അതൊന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. അതിനിപ്പത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഡെലിവറിക്ക് ശേഷം നമുക്ക് എല്ലാവർക്കും നല്ലപോലെ വണ്ണം വെക്കും. അങ്ങനെ വണ്ണം വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ ഈ ഒരു വയറ് കൂടി തൂങ്ങി ആടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്ക് ഒരു ഡ്രസ്സ് ഇടാൻ പറ്റില്ല, നമുക്ക് പബ്ലിക്കായിട്ട് ഒരു ഫംഗ്ഷന് പോകാൻ പറ്റില്ല. നല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരാൾക്ക് പുറത്തിറങ്ങാൻ തന്നെ ഒരു മടിപ്പായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ പ്രസവ ശേഷം നമ്മളെന്ന് വെച്ചാൽ ഒരു 3 മാസമെങ്കിലും വീട്ടിൽ റെസ്റ്റ് ആയിരിക്കില്ലേ. അങ്ങനെയുള്ള ആ ഒരു 3 മാസം ഇങ്ങനെ ഒരു ബെൽറ്റ് ഇടുകയും അതുപോലെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന ആ ഒരു ജ്യൂസ് നിങ്ങൾ ഉണ്ടാക്കി കുടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വയറ് കുറയും എന്നതിൽ 100% ഞാൻ ഗ്യാരണ്ടി തരാം. കാരണം ഞാനിപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. എൻ്റെ വയറ് നല്ലപോലെ കുറഞ്ഞ് നല്ലൊരു ഒതുക്കം അതിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. കാരണം എൻ്റെ അനുഭവം മാത്രമേ ഞാൻ നിങ്ങളോട് ഇതിൽ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സത്യത്തിൽ 3 ബെൽറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് 2 ബ്രാൻഡിൻ്റെ ആണ്. ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് ഉപയോഗിച്ച് എനിക്ക് ലൂസായപ്പോൾ ഞാൻ അടുത്തത് വാങ്ങിയതാണ്. അപ്പോൾ ഞാനിനി ഓരോ ബെൽറ്റും അത് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്തൊക്കെ ഗുണവും ദോഷവുമാണ് വന്നത് എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പം 3 ബെൽറ്റ് വാങ്ങിയിട്ടുണ്ട്, 2 ബ്രാൻഡിൻ്റെ 3 ബെൽറ്റ്. അതെന്താന്ന് വെച്ചാൽ എനിക്ക് ആദ്യത്തെ ബെൽറ്റ് വാങ്ങി അത് ഇട്ട് എനിക്കത് ലൂസായപ്പോൾ ഞാൻ അതേ ബ്രാൻഡിൻ്റെ രണ്ടാമത് വാങ്ങിയതാണ്. ഞാൻ ഫസ്റ്റ് വാങ്ങിയതെന്ന് പറയുന്നത് ഇൻഷേപ്പാണ്. നമ്മൾ TV-യിലും പത്രത്തിലും ഒക്കെ ഇഷ്ടം പോലെ പരസ്യം കാണൂല്ലോ ഇൻഷേപ്പിനെ പറ്റിയിട്ട്. ആ ഇൻഷേപ്പ് തന്നെയാണ് ഞാൻ ആദ്യം വാങ്ങിയ ബെൽറ്റ്. നമ്മുടെ വയറ് ഉള്ളിലേക്ക് തള്ളി വെക്കാം എന്നൊക്കെ പറഞ്ഞ് പരസ്യം വരില്ലേ. അപ്പം ഞാൻ കരുതി മെറ്റേണിറ്റി ബെൽറ്റ് വാങ്ങിയാൽ പോരെ എന്നാണ് ആദ്യം കരുതിയത്. പിന്നെ ഞാൻ ഓർത്തു ഇൻഷേപ്പ് തന്നെ വാങ്ങിക്കാം, നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വാങ്ങിയത് കണ്ടോ, ഇൻഷേപ്പാണ്. നമ്മൾ മെഡിക്കൽ സ്റ്റോറിലായാലും സൂപ്പർ മാർക്കറ്റിലായാലും ഓൺലൈനിലായാലും ഒക്കെ ഈ ഒരു ഇൻഷേപ്പ് അവൈലബിൾ ആണ്. ഈ ഒരു ഇൻഷേപ്പാണ് ഞാൻ ആദ്യം വാങ്ങിയത്.
പക്ഷേ എനിക്ക് എന്താ പണി കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഇൻഷേപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഇടുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും, എന്താ പറയുക, നമുക്ക് നല്ല സുഖമായിരിക്കും. നമുക്കൊരു 3 ദിവസത്തിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടും. ഈ ഒരു ബെൽറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതിന് നല്ല നീളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് ഈ ഒരു ഇൻഷേപ്പും ഇവിടെ ഇത്രയും ഒരു അളവ് അവർ തന്നിട്ടുണ്ട്. ഇതിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ബാക്കിലെ ഈ ഒരു സംഭവം കണ്ടോ, ഇത് വെച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ഒട്ടിച്ച് വെക്കാം. ഈ ഒരു സൈസ് നോക്കി നമുക്ക് വെക്കാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ ആണെങ്കിൽ നമ്മുടെ വയറിൻ്റെ അളവ് നമ്മൾ എടുക്കില്ലേ, അങ്ങനെ എടുത്തപ്പം എൻ്റെ അളവെന്ന് പറയുന്നത് ഡെലിവറിക്ക് ശേഷം 115 സെൻറ്റിമീറ്റർ ആയിരുന്നു എൻ്റെ അവിടുത്തെ അളവ്. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെ അളവ് നോക്കി ഇൻഷേപ്പ് വാങ്ങി. അങ്ങനെ ഇൻഷേപ്പ് വാങ്ങിക്കാൻ പോയപ്പോൾ എനിക്ക് എന്ത് വേണം, XXLൻ്റെ ഇൻഷേപ്പ് വേണമായിരുന്നു. സോ ഞാൻ XXLൻ്റെ ഇൻഷേപ്പ് ചൂസ് ചെയ്തു. 115 ആയിരുന്നു എൻ്റെ വയറിൻ്റെ ചുറ്റുമുള്ള അളവ്. അപ്പോൾ ആ ഒരു അളവ് നോക്കിയാണ് ഞാനിത് വാങ്ങിയത്. വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഞാനിപ്പോൾ ഇതിട്ട് നോക്കുമ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇത് തന്നിട്ടുണ്ടല്ലോ അവർ, നമുക്ക് ഇത് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ നല്ല പോലെ ഇത് വലിയും, കണ്ടോ, നല്ലൊരു വലിച്ചിൽ ഇതിനുണ്ട്. അപ്പം ഞാനിത് വലിച്ച് മുറുക്കി ഒട്ടിച്ച് വന്നപ്പോഴത്തേക്കും കുറേ നീണ്ടുപോയി. അതായത് ഇവിടെ ഞാൻ ഒട്ടിക്കേണ്ട സാധനം ഇവിടെ വരെ നീണ്ടുപോയി. പക്ഷെ ഇവിടെ ഒന്നും ആ ഒട്ടിക്കുന്നതിൻ്റെ ഇത് അവർ വെച്ചിട്ടില്ല, അവിടെ ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ. കറക്റ്റ് സൈസ് ഞാൻ വാങ്ങാഞ്ഞതിന് എനിക്ക് പറ്റിയതാണ്. എന്താണ് നിങ്ങൾ അങ്ങനെയുള്ളപ്പോൾ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കറക്റ്റ് സൈസ് എങ്ങനെ നിങ്ങൾ വാങ്ങിക്കണം എന്ന്. അപ്പോൾ ഇങ്ങനൊരു ഇൻഷേപ്പ് ഞാൻ ഉപയോഗിച്ചതിലൂടെ ഒരു 2 ആഴ്ച ആയപ്പോഴത്തേക്ക് എൻ്റെ വയർ നല്ലപോലെ ഒന്ന് ഒതുങ്ങി. നേരത്തേക്ക് എന്താണെന്ന് അറിയോ, താഴോട്ട് ഒരുമാതിരി തൂങ്ങിക്കിടക്കുന്നു. നമ്മൾ താഴെ ഇങ്ങനെ പിടിച്ചൊന്ന് തള്ളിക്കഴിഞ്ഞാൽ കിടന്ന് കുലുങ്ങും. അയ്യോ, എന്തൊരു സങ്കടമായിരിക്കും എന്നറിയോ. അപ്പോൾ ഒരു ഡ്രസ്സ് മേനക്കൊന്നും ഇടാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇപ്പം XXL അല്ലേ വാങ്ങിയത്, അപ്പോൾ 2 ആഴ്ചയായിട്ട് വയറൊരു ഇത്തിരി ഒതുങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് XL വാങ്ങേണ്ട, നമുക്ക് ലാർജ് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ലാർജ് സൈസിലുള്ള ഇൻഷേപ്പ് വാങ്ങിച്ചു. ഇതിപ്പോൾ ഞാൻ കാണിച്ചേക്കുന്നത് ലാർജ് സൈസിലുള്ള ഇൻഷേപ്പാണ്. ഈ ഒരു ലാർജ് സൈസിലുള്ള ഇൻഷേപ്പ് വാങ്ങി ഞാൻ വീട്ടിൽ വന്നു. ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് വെച്ചാൽ 90 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ ആ ഒരു വയറിൻ്റെ സൈസ് ഉള്ളവർക്കാണ് ഈ ഒരു ഇൻഷേപ്പ് ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ വയറിൻ്റെ സൈസ് ഞാൻ നോക്കാതെയാണ് ഞാൻ XL വേണ്ട ലാർജ് മതി എന്ന് കരുതിയത്. കാരണം ഒരു സ്റ്റെപ്പിലുള്ള ഒരു ഞാൻ വിട്ടു. XXL വാങ്ങിയിട്ട് XL വേണ്ടെന്ന് കരുതിയാൽ ഞാൻ ലാർജ് വാങ്ങിയത്. പക്ഷെ എന്താ പറ്റിയെന്നറിയോ, ഇതേ അവസ്ഥയായിരുന്നു എനിക്ക് ലാർജ് വാങ്ങിച്ചപ്പോൾ. ലാർജിൻ്റെ സൈസ് ഞാൻ വലിച്ച് മുറുക്കി കെട്ടുമ്പോൾ അത് ലൂസായിരുന്നു. കാരണം എനിക്കപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് നല്ല വയറുണ്ട്, എന്നിട്ടും ഈ ഒരു ബെൽറ്റ് ഒരു മീഡിയം സൈസ് എനിക്ക് മതിയായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ വലിച്ച് മുറുക്കി കെട്ടുമ്പോൾ അങ്ങ് ദൂരെ പോകും. അങ്ങനെ ദൂരെ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഈ ഒരു ബെൽറ്റിൽ നമ്മൾ ഫീഡ് ചെയ്യുന്ന അമ്മമാരല്ലേ, അപ്പോൾ കുഞ്ഞിനെ നമ്മൾ മടിയിലെത്തി ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇതിടാൻ അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. കറക്റ്റ് സൈസ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് കറക്റ്റ് സൈസിലുള്ളത് വാങ്ങിക്കാൻ പറ്റാഞ്ഞതിൻ്റെ ഒരു മണ്ടത്തരം മാത്രമേ ഈ ഒരു ബെൽറ്റ് കൊണ്ടുള്ളൂ. അല്ലാതെ ഇത് 100% വർക്കിംഗ് ആണ്. ഈ ഒരു ബെൽറ്റ് നിങ്ങൾ കറക്റ്റ് സൈസിലെ വാങ്ങിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ, നമ്മളിത് കറക്റ്റ് സൈസ് അല്ല എങ്കിലും സാരമില്ല എന്ന് കരുതി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വലിച്ച് മുറുക്കി ഇത് കെട്ടും. ഇപ്പം ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം കേട്ടോ. വലിച്ച് മുറുക്കി നമ്മളിങ്ങനെ ഒട്ടിച്ച് വെച്ചു. ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിയുമ്പം ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കറക്റ്റ് സൈസ് അല്ല കേട്ടോ വാങ്ങിയേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇത്തിരി ലൂസാണെന്ന് വെച്ചോ. ഇങ്ങനെ ലൂസായിട്ടുള്ള ഈ ഒരു ബെൽറ്റ് നിങ്ങൾ ഇങ്ങനെ ഇട്ടേക്കുവാണ്. ഇങ്ങനെ ഇട്ട് കഴിയുമ്പം നിങ്ങൾക്ക് ലൂസ് ആകുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വലിച്ചു മുറുക്കി ഇത് ഇവിടെയോ എവിടെ വേണമല്ലോ ഇത് കൊണ്ട് ഒട്ടിക്കാം. പക്ഷേ ഇത് ഒട്ടിച്ച് കഴിയുമ്പോൾ ഉള്ളിലേക്ക് പോണ സംഗതിയില്ല, ഇത് നമ്മുടെ വയറിൽ കൊള്ളാൻ തുടങ്ങും, ഇങ്ങനെ കുത്തും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുമ്പം നമ്മളുടെ ബ്രസ്റ്റിനും വയറിനും ഇടയ്ക്കുള്ള ആ ഒരു പോർഷനില്ലേ, അവിടെ ഇത് വന്ന് കുത്തി കൊള്ളും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വയറ് കുറയ്ക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക്, അതായത് നോർമൽ ഡെലിവറി ഉള്ളവർക്ക്, സിസേറിയൻകാർക്ക് ഇത് വാങ്ങണ്ടെന്ന് ആണ് എൻ്റെ അഭിപ്രായം. കാരണം നോർമൽ ഡെലിവറി ഉള്ളവർക്ക് സൈസിൽ ഇത്തിരി വേരിയേഷൻ വന്നാൽ കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. കാരണം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. പക്ഷെ നിങ്ങൾ സിസേറിയൻകാരാകുമ്പോൾ ഉണ്ടല്ലോ, സൈസിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ ഒരു സാധനം നമുക്ക് ഇത് നമ്മളിങ്ങനെ കറക്റ്റ് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടാലും ഇവിടുന്ന് വന്ന് ഈ ഒരു ഉള്ളിലേക്ക് വെച്ചേക്കുന്ന ഈ ഒരു സംഗതിയില്ലേ, ഇത് നിങ്ങളുടെ കൊള്ളാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളിപ്പോൾ ഓർക്കും ഞാൻ പറഞ്ഞ പോലെ മേളിലേക്കാണ് കൊള്ളാന്നല്ല കേട്ടോ. ഇത് ചിലപ്പം മേളിലേക്കായിരിക്കില്ല, ചിലരുടെ നമ്മുടെ വയറിൻ്റെ ഇതനുസരിച്ച് ഇത് താഴേക്ക് വന്നിട്ട് ഈ താഴെ ഉണ്ടാവില്ലേ, ഇതിൻ്റെ ഒരു കാണാൻ പറ്റില്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് വായിട്ട് താഴെയുമായിട്ട് ഇരിക്കുന്ന സംഗതിയില്ല. അതായത്
ഒരു പക്ഷെ നിങ്ങളുടെ താഴെ ആയിരിക്കും ഇത് കൊള്ളുക. മുകളിലാണ് കൊള്ളുന്നതെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, അവിടെ സ്റ്റിച്ചും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ താഴെയാണെങ്കിൽ ഇത് വന്ന് സ്റ്റിച്ചിലേക്ക് തള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സിസേറിയൻകാർക്ക് ഞാൻ ഇത് അത്ര റെക്കമെൻഡ് ചെയ്യില്ല. നോർമൽ ഡെലിവറി ഉള്ളവർക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സൈസ് നോക്കി ഇത് വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ വയറ് കുറയും എന്നുള്ളത് 100% ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. സൈസ് നോക്കി വാങ്ങണം. ഇപ്പം ഞാൻ വാങ്ങി 2 പൊട്ടത്തരം കാണിച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും കറക്റ്റ് സൈസ് നോക്കി കാരണം വാങ്ങിക്കണം എന്ന്. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബെൽറ്റ് ഏതാണെന്ന് നോക്കാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, 115 സെൻറ്റിമീറ്റർ ആ ഒരു സൈസിലുള്ള ബെൽറ്റ് വാങ്ങിയ ഞാൻ പിന്നെ വാങ്ങി വന്ന് അത് ഇട്ടിട്ട് വന്നിട്ട് ഒരു 80 സെൻറ്റിമീറ്ററിനും ഒരു 85നും ഇടയ്ക്കായി വയറിൻ്റെ സൈസ്. അതുപോലെ നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇൻഷേപ്പ് എനിക്ക് യൂസ് ചെയ്തതിൽ നിന്ന്. അത്രയും സെൻറ്റിമീറ്റർ വയർ കുറഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ വയറിൻ്റെ ആ ഒരു തൂക്കമില്ലേ, ഒരു ചാടി ഇരിക്കുന്ന ഒരു അവസ്ഥ അതങ്ങ് മാറിയിട്ട് വയർ ഇത്തിരി പൊങ്ങി ഒരു ഫുള്ളായിട്ട് നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു വയറിലേക്കല്ല, അതിന് മുന്നേ ഉള്ളിലേക്ക് കയറി ആ ഒരു തൂക്കം കുറഞ്ഞ് കിട്ടിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ എനിക്ക് രണ്ടാമത്തെ ബെൽറ്റിലേക്ക് മാറേണ്ടി വന്നു. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഈ ഒരു ഇൻഷേപ്പ് ഞാൻ കൊണ്ടുപോയില്ല. അപ്പം ഞാൻ കരുതി ഇനി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഷോപ്പിൽ പോയി വാങ്ങാമെന്ന് കരുതി. പിന്നെ ഞാനോർത്തു വേണ്ട, ഷോപ്പിൽ പോകണ്ട, ഓൺലൈനിൽ വാങ്ങിക്കാം. കാരണം ഓൺലൈനിലാകുമ്പോൾ ഓഫർ ഉണ്ടല്ലോ എന്ന് കരുതി ഓൺലൈനിൽ കൂടെ വാങ്ങിച്ചു. കാരണം ഹസ്ബൻഡിൻ്റെ വീട് എറണാകുളത്തായിരുന്നു. എറണാകുളത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇന്നിപ്പോൾ ഓർഡർ ചെയ്താൽ നാളെ കഴിഞ്ഞിട്ട് അത് അവിടെ കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഓൺലൈനിൽ കൂടെ ഓർഡർ ചെയ്യാമെന്ന്. അപ്പോൾ ഓൺലൈനിൽ കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ട് വാങ്ങിയ ബെൽറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബെൽറ്റാണ്. കണ്ടോ, ഈ ഒരു ബെൽറ്റാണ്. ഇതെന്ന് പറയുന്നത് മീമിയുടെ ബ്രാൻഡിൻ്റെ ബെൽറ്റാണ് കേട്ടോ, ഓൺലൈനിൽ കൂടെ വാങ്ങിയത്. എന്തായാലും ഞാൻ ഈ ഒരു 2 ബെൽറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ അത് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന സൈസ് എങ്ങനെ നോക്കി വാങ്ങണം എന്നുള്ളത് കേട്ട് കഴിഞ്ഞിട്ട് മാത്രം ബെൽറ്റ് വാങ്ങുക. രണ്ടുമായിട്ട് ഇൻഷേപ്പ് വാങ്ങിയോണ്ടാണ് ഞാൻ ഇനി ഒരു മെറ്റേണിറ്റി ബെൽറ്റ് ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു മീമിയുടെ മെറ്റേണിറ്റി ബെൽറ്റ് വാങ്ങിയത്. കാരണം മറ്റേത് മെറ്റേണിറ്റി ബെൽറ്റ് അല്ലല്ലോ. അപ്പോൾ ഈ ഒരു ബെൽറ്റിന് ചില ഗുണങ്ങളുണ്ട് കേട്ടോ. ഇത് കൂടുതലും എനിക്ക് തോന്നുന്നു സിസേറിയൻ കഴിഞ്ഞവർക്കായിരിക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കാം. നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. എങ്കിലും എന്താ പറയുക, ഇൻഷേപ്പ് ആകുമ്പം പൊതുവേ നമുക്ക് എല്ലായിടത്തും കിട്ടും. ഇത് എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ സിസേറിയൻ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളിത് തേടി പിടിച്ച് വാങ്ങണം. നോർമൽ കഴിഞ്ഞവരാണെങ്കിൽ ഇത് രണ്ടിലേത് വാങ്ങിയാലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു ബെൽറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ബെൽറ്റിന് 2 ഗുണങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ വയറ് എന്താ പറയുക കുറയ്ക്കാനായിട്ട് സാധിക്കും. മറ്റേ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് വേദന, നടുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ ബാക്കിനൊരു സപ്പോർട്ട് തരാൻ ഈ ഒരു ബെൽറ്റ് സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു ബെൽറ്റ് ഇതിങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക. ഈ ഒരു ബെൽറ്റിന് ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ ഷെയ്ഡ് ഉണ്ട്. ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യാന്ന് വെച്ചാൽ 2 എണ്ണം ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ 2 എണ്ണം ഉണ്ട്. അപ്പം നമ്മുടെ വയറ് വലിച്ച് കെട്ടി നമുക്കിങ്ങനെ ഒട്ടിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒട്ടിക്കാം. അതാണ് ഈ ഒരു ബെൽറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെന്ന് വെച്ചാൽ ഈ ഒരു ബെൽറ്റിൻ്റെ ബാക്ക് സൈഡിൽ കാണിച്ചു തരാം കേട്ടോ. ബെൽറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ 2 വള്ളി കിടപ്പുണ്ടാവും. കണ്ടോ, ഇങ്ങനെ ഒരു 2 വള്ളി ഈ ഒരു ബെൽറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടാവും. ഈ ഒരു വള്ളി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബെൽറ്റ് ഇടുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലാണ് ഈ 2 വള്ളി വരിക. അപ്പോൾ ഈ ഒരു വള്ളി നമ്മൾ കിടന്നുകൊണ്ട് വേണം ഈ ഒരു ബെൽറ്റ് ഇടാൻ. കിടന്നുകൊണ്ട് ഈ ഒരു ബെൽറ്റ് ബെഡിൽ നിവർത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കിടക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ആദ്യം കാണിച്ച പോർഷനില്ലേ, ഇത് നമ്മൾ ആദ്യം ഒട്ടിക്കുക. വലിച്ച് മുറുക്കി ഒട്ടിച്ചതിന് ശേഷം പുറകിൽ നിന്ന് ഈ ഒരു ബെൽറ്റ് ഉണ്ടോ, ഇതെന്ന് വെച്ചാൽ നല്ലപോലെ ഇങ്ങനെ വലിയുന്നതാണ്. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് വലിക്കാം. ഇങ്ങനെ വലിച്ച് മുറുക്കി ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. കണ്ടോ, അങ്ങനെ 2 സൈഡും നമുക്ക് ഇങ്ങനെ വലിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് അപ്പോൾ ഈ ഒരു ബെൽറ്റ് നമ്മൾ ഇടുക. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് അല്ല കേട്ടോ, വെറുതെ വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെ 2 സൈഡിലും ഇതിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ മനസ്സിലായില്ലേ, ഈ ഒരു 2 സൈഡിലും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ സിസേറിയൻ കഴിഞ്ഞവർക്കെന്ന് വെച്ചാൽ അതിന് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ നിങ്ങൾക്കെന്ന് വെച്ചാൽ മുറിവുണ്ടെങ്കിലും നമുക്കതിങ്ങനെ അതിലേക്ക് പ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെയെന്ന് വെച്ചാൽ ഈ ബെൽറ്റ് ഇടുമ്പോഴുള്ള നടുവേദന ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്, കുറേ പേരുണ്ട്. ഏത് ബെൽറ്റ് ഉപയോഗിച്ചാലും നടുവേദനയാണെന്ന് പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബെൽറ്റ് ഉപയോഗിക്കാം. നല്ലപോലെ നമുക്ക് എത്ര വേണേലും വലിച്ച് മുറുക്കി ഇത് കെട്ടാനും പറ്റും. അതുപോലെ ബാക്കിൽ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ബാക്കിൽ നിന്ന് ഇത് വലിച്ച് കെട്ടുന്നതുകൊണ്ട് ബാക്കിൽ നമുക്ക്
നമുക്കൊരു എവിടെ ഒരു ചാരി ഇരുന്നൊരു ഫീലും കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെറ്റേണിറ്റി ബെൽറ്റ് അന്വേഷിച്ച് നടക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന 2 ബെൽറ്റുകളാണ് ഈ ഒരു ഇൻഷേപ്പും ഈ ഒരു മീമിയുടെ മെറ്റേണിറ്റി ബെൽറ്റും. ഈ ഒരു മീമിയുടെ ബെൽറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോർമൽ ഡെലിവറി ഉള്ളവർക്കും സിസേറിയൻ കഴിഞ്ഞവർക്കും ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ ഈ ഒരു ഇൻഷേപ്പ് എന്ന് പറയുന്നത് നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. സിസേറിയൻ കഴിഞ്ഞവർ അത്ര കണ്ട് ഇതങ്ങോട്ട് ഉപയോഗിക്കുവാണ് എങ്കിൽ തന്നെ നിങ്ങളുടെ വയറിൻ്റെ ആ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഒരു മുറിവൊക്കെ ഒന്ന് ഉണങ്ങി നിങ്ങൾക്ക് അങ്ങനെ അവിടെ തൊട്ടാൽ വേദനയില്ല എന്നൊരു ഇതിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തെറ്റില്ല. പിന്നെന്ന് വെച്ചാൽ ഞാൻ പറയല്ലോ, ഇത് കുത്തിക്കൊള്ളും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ ഒരു 2 ബെൽറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിൽ ഇഷ്ടമുള്ളത് നോക്കി വാങ്ങിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് സൈസ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാം. കറക്റ്റ് സൈസ് എങ്ങനെയാണ് നമ്മളുടെ ഇൻഷേപ്പ് ആയാലും മെറ്റേണിറ്റിയിലെ ഏത് ബെൽറ്റ് ആയാലും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ സൈസ് ഏതൊക്കെ സൈസിൻ്റെ അവൈലബിൾ ആണെന്നും എത്ര സെൻറ്റിമീറ്റർ മുതൽ എത്ര സെൻറ്റിമീറ്റർ വരെ ഉള്ളവർക്ക് ഈ ഒരു സൈസ് ഉപയോഗിക്കാമെന്നും അല്ലെങ്കിൽ എത്ര ഇഞ്ച് മുതൽ എത്ര ഇഞ്ച് വരെയുള്ള ആ ഒരു സൈസ് ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാമെന്നും അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കറക്റ്റ് സൈസ് നിങ്ങൾ അളന്നെടുക്കുക. അതായത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനത്തെ ടേപ്പ് ഉണ്ടാവില്ലേ, ഇങ്ങനത്തെ ടേപ്പ് എല്ലായിടത്തും ഉണ്ടാവും, എല്ലാവരുടെയും കൈ കാണും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, എവിടെയെങ്കിലും ചെരുപ്പൊന്നും ഇടാതെ നേരെ നിൽക്കുക. നിന്നുകൊണ്ട് വേണം അളവെടുക്കാൻ, ഇരുന്നുകൊണ്ടല്ല കേട്ടോ, നിന്നുകൊണ്ട് അളവെടുക്കണം. നമുക്ക് ഒന്നുകിൽ നിങ്ങളുടെ അമ്മയെ കൊണ്ട് എടുപ്പിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എടുക്കുന്നെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങനെ നിവർന്ന് നിൽക്കുക, കൈ 2 സ്റ്റഡി ആയിട്ട് പോകണം കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ അളവെടുത്തപ്പോൾ കാണിച്ച പോട്ടത്തേന്ന് വെച്ചാൽ ഞാൻ അളവെടുത്തു. ഇതിപ്പോൾ ഇങ്ങനെ ചുറ്റും ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ച് ഓക്കെ, ഇപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെ പിടിച്ച് നമ്മളിങ്ങനെ അളവെടുക്കുകയാണെന്ന് വെച്ചോ. ഇങ്ങനെ അളവെടുക്കുമ്പോൾ ഞാനിങ്ങനെ അത്യാവശ്യം ഒരു ഇത്തിരി വയറുള്ളിലേക്ക് പിടിച്ചിട്ട് അങ്ങനെയാണ് എടുത്തത്. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങൾക്ക് ശ്വാസം വിടാൻ പറ്റാത്തൊരവസ്ഥ പോലെ, അതായത് നല്ല പോലെ ശ്വാസം ഉള്ളിലേക്ക് പിടിച്ച് പറ്റുന്നത്ര വയറ് നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുക. ഓക്കെ, അങ്ങനെ ഉള്ളിലേക്ക് പറ്റുന്ന അത്രയും വയറ് നിങ്ങൾ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് നല്ല ഇറുക്കം, നിങ്ങൾക്ക് വയറ് ഇറുക്കി പിടിക്കില്ല അങ്ങനെ ഇറുക്കി പിടിക്കാൻ എത്രത്തോളം നിങ്ങൾക്ക് പറ്റുന്നോ അത്രത്തോളം നിങ്ങൾ ഇറുക്കി പിടിക്കുക. അങ്ങനെ വയറ് പറ്റുന്നിടത്തോളം ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം നിങ്ങൾ അളവെടുക്കാം. അപ്പോൾ എടുക്കുന്ന ആ ഒരു അളവെന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും എത്രയായിരിക്കും നമ്മുടെ വയറിൻ്റെ സൈസ് എന്ന്. കാരണം എല്ലാ മെറ്റേണിറ്റി ബെൽറ്റ് എന്ന് പറയുന്നത് നല്ലപോലെ വലിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഓർക്കും ആ ഒരു സൈസിന് വാങ്ങിയാൽ മതിയെന്ന്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളെ വയറ് സത്യത്തിൽ മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം വയർ ഉള്ളിലേക്ക് വെക്കാമോ അത്രത്തോളം വയർ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഈ ഒരു ടേപ്പ് കൊണ്ട് വയറിന് ചുറ്റുമുള്ള ആ ഒരു പോർഷൻ, അതായത് നിങ്ങളുടെ ആ പുക്കിളിന് ചുറ്റും അങ്ങനെ വന്നാലും മതി, അങ്ങനെയുള്ള ആ ഒരു പോർഷൻ നിങ്ങൾ കറക്റ്റായിട്ട് അളന്നെടുക്കുക. അളന്നെടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആ ഒരു കറക്റ്റ് എത്ര സെൻറ്റിമീറ്റർ ആണോ ആ ഒരു സെൻറ്റിമീറ്ററിൻ്റെ ബെൽറ്റ് നോക്കി വാങ്ങിക്കുക. പിന്നെ ഒരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പം ലാർജ് സൈസ് അതെന്ന് പറയുന്നത് 100 മുതൽ, ഇപ്പം കറക്റ്റ് അല്ല കേട്ടോ, ലാർജ് സൈസ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ 90 മുതൽ 100 വരെയാണ് ലാർജ് സൈസ്. നിങ്ങളുടെ സൈസ് നിങ്ങൾ അളന്നപ്പം 102 വന്നു എന്ന് വെക്കാം. അപ്പോൾ നിങ്ങൾ കയറും ലാർജ് പറ്റില്ല, എക്സൽ വാങ്ങിക്കാവുന്നത്. കാരണം നമ്മുടെ അളവല്ല, ഇത്തിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. അതുകൊണ്ട് തന്നെ 102 നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ, അതായത് 100 സെൻറ്റിമീറ്റർ വരെ ഒരു ബെൽറ്റിൻ്റെ സൈസ്, അത് കഴിഞ്ഞ് 101 മുതൽ 110 വരെയാണ് ബെൽറ്റിൻ്റെ അടുത്ത സൈസെങ്കിൽ 102 നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ ആ 100 സൈസിൻ്റെ ബെൽറ്റ് വാങ്ങിയാൽ മതി കേട്ടോ. അത് കറക്റ്റ് ആയിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിച്ച് മുറിക്കുക, 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ഒക്കെ വലിച്ച് കൂടുതൽ മുറുക്കാനായിട്ട് പറ്റും. എൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 115 വന്നിട്ടാണ് ഞാൻ മറ്റേത് എടുത്തത്. അത് പൊട്ടത്തരായിപ്പോയി. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു 1-2 സെൻറ്റിമീറ്ററിനൊക്കെ വ്യത്യാസം വന്നാൽ തൊട്ട് താഴത്തെ ബെൽറ്റ് ഉപയോഗിച്ചാൽ മതി. ഇനി അടുത്ത വീഡിയോയിൽ വയറ് കുറയ്ക്കാൻ വേണ്ട ജ്യൂസ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ള വീഡിയോ ഞാൻ ഇനി അടുത്തായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറിക്ക് ശേഷം വേണ്ട കാര്യങ്ങൾ, അതുപോലെ ബേബി കെയർ, ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവില്ലേ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പം തന്നെ കാണാനായിട്ട് പറ്റും.